ISL 11ാം സീസണിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. പഞ്ചാബ് FC ആണ് എതിരാളി. വൈകിട്ട് 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിജോ, ഓണത്തിന്റെ ആവേശത്തിൽ തന്നെ ISLൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാനിറങ്ങുന്നു. പക്ഷേ ഒരു വിഷമം ഉള്ള ഒരു കാര്യം ആരാധകരെ സംബന്ധിച്ചിടത്തോളം 50% സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അധികം ആരാധകർക്ക് എത്താനാവില്ല. ഇപ്പോൾ താരങ്ങളൊക്കെ എത്തിയോ? എന്താണ് അവിടെ സ്ഥിതി? തിരുവോണ ദിവസമാണ്. ഓണ സമ്മാനമായി ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയമധുരം നൽകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയാ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നിങ്ങൾക്ക് വിജയമധുരം നൽകുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് കൂടെ ടീമിന്റെ നിലവാരം നോക്കിയിട്ടില്ല, നമ്മളുടെ കളിയുടെ റിസൾട്ട് നോക്കിയിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയാൻ നമ്മൾ എന്നും ഹൃദയത്തിൽ ഇപ്രാവശ്യത്തെ സ്ക്വാഡ് വാല്യൂ നല്ല വാല്യൂ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു വിങ്ങറെ കാണും, നല്ല നോവ സത്തോയൊക്കെ വന്നത് നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള ഒരു പുതിയ സീസൺ തുടങ്ങട്ടെ. എല്ലാവിധ വിജയാശംസകളും. ഇത്തവണ നമ്മുടെ ആശാനില്ലാത്ത കളിയാണ് വരുന്നത്, അതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ ഒരാൾ പോയി കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരാൾ പോയി മറ്റൊരാളുണ്ടാകും. അപ്പൊ നമ്മൾ ഈ ഒരു എന്താ പറയാ, ഇനി പുതിയൊരു ആശാൻ, അതിൽ നമ്മളൊരു വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. സ്റ്റാറെ നമ്മുടെ പുതിയ ആശാനായി നമ്മൾ കരുതുവാണ്. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴാണ് മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അല്ലേ? മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങൾ കാലത്ത് ഒരു 8 മണിക്ക് പോകുന്നതാ. മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഓണത്തിന്റെ ആഘോഷം കൊച്ചിയിലായിരുന്നു. അതെ, ഓണത്തിന്റെ ആഘോഷം കൊച്ചിയിലാണ്. ഓക്കെ, ഓണമൊക്കെ അല്ലേ? ഓണമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഓണത്തിന്റെ ഒരു പാട്ടോ അതിന് പാടുവോ? ഏതായാലും ഓണം ആഘോഷിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം അല്ലെ, ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തോടെ ഈ ഓണ ആഘോഷം അടിപൊളിയാക്കാൻ വേണ്ടി തന്നെയാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഒരു കാര്യം, ഈ തവണ ഓണം ആയതുകൊണ്ട് പകുതി ആളുകൾക്ക് കളി കാണുന്നതിനുള്ള ഒരു അവസരമുള്ളൂ സീറ്റുകൾ. അത് എന്താ തോന്നുന്നത്, ഒരു ആളുകൾ കുറഞ്ഞതിന്റെ ഒരു വിഷമം ഒന്നുണ്ടോ? അതുണ്ട്. അത് നമ്മൾ ആദ്യം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ തിരുവോണായതിനെ കൊണ്ട് പോലീസ് ഫോഴ്സിന്റെ ഒക്കെ കുറച്ച് പരിമിതികൾ ഉള്ളത് കൊണ്ട് കാണികൾ കുറവുകളുണ്ട്. അതൊരു ഭയങ്കര ഒരു വിഷമമാണ്. കാരണം നമുക്ക് കൊച്ചിയിലെ ഗാലറി എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര ക്രൗഡായിട്ടുള്ള കംപ്ലീറ്റ് ഫില്ലായിട്ടുള്ള ഒരു ഗാലറിയാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മളുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ മാക്സിമം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. ഒരു 90 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ടീമിന് വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും കൂടെ വരുന്ന ഒരു ആർപ്പോ വിളിച്ചു വന്ന ആർപ്പോ വലിയ ആവേശത്തിൽ തന്നെയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അവർ വിജയത്തോടു കൂടി ഈ കളി തുടങ്ങുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. നമ്മൾ അല്പസമയത്തിന് തന്നെ ആളുകൾ അകത്ത് പ്രവേശിച്ച് തുടങ്ങുകയും ചെയ്യും. എന്തായാലും രാവിലെ നമ്മൾ കണ്ടതാണ് ഈ വയനാട് ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിലുള്ള കുട്ടികൾ, അവിടുത്തെ ഉണ്ടായിരുന്ന കുട്ടികളാണ് ഈ കായിക താരങ്ങളെ അകത്തോട്ട് കൊണ്ടുപോകുന്നത്. അവരിപ്പോൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രാക്ടീസ് ആണ് നടക്കുന്നത് അവരെ കൊണ്ടുപോകുന്നതിന്. അതിനുശേഷമായിരിക്കും ഈ പറയുന്ന കാണികൾ ഉൾപ്പെടെ ആളുകളെല്ലാവരും അകത്തേക്ക് കയറ്റുകയും ചെയ്യുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സിജോ, ജയപരാജയങ്ങളൊന്നും അല്ല മഞ്ഞപ്പടയെ സംബന്ധിച്ചിടത്തോളം. ജയപരാജയങ്ങളൊന്നും അവർ കണക്കാക്കാറില്ല. 11ാമത്തെ സീസണിൽ എത്തിയിട്ടും കൂടിയിരിക്കുകയാണ് മഞ്ഞപ്പട. ഒരിക്കലും കൈവിട്ടിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ. ഇവാൻ പോകുന്നു, സ്റ്റാറെ വരുന്നു, ആശാനൊന്നും മാറിയതിൽ വലിയൊരു ആശങ്കയൊന്നും ഇപ്പോഴവർക്കില്ല. ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. പക്ഷേ ഈ സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം പരിമിതിപ്പെടുത്തിയത് കൊണ്ട് തന്നെ പുറത്തും ഒരു ആവേശം തന്നെയായിരിക്കും. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് പുറത്തും ഒരു ആവേശം തന്നെ ആയിരിക്കും അല്ലേ? നമ്മൾ പലപ്പോഴും പറയാതുള്ള മഞ്ഞക്കടൽ ഇരമ്പമാണ് ബ്ലാസ്റ്റേഴ്സ്. അത് ഒരു വലിയ ആവേശമാണുള്ളത്. ആളുകൾ കാണാൻ വരുന്ന ആളുകൾക്ക് നിയന്ത്രണങ്ങളുണ്ടെങ്കിൽ പോലും, പക്ഷേ അത് ഇവിടെ എത്തുന്ന ആളുകളുടെ ആവേശം ഒട്ടും കുറവില്ല. കാണികൾ വളരെ കുറവായിരിക്കും, പക്ഷേ എത്തുന്ന ആളുകൾ ആ ഒരു ആവേശം പുലർത്തുകയും ചെയ്യുന്നതാണ്, പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? പുതിയ സീസൺ തുടങ്ങുവാണ്, എന്താ പ്രതീക്ഷ? ശുഭപ്രതീക്ഷ, 100% വിജയം. ഇത്തവണ നമ്മൾ കപ്പടിക്കും, ഉറപ്പായും കപ്പടിക്കും. പുതിയ കോച്ചൊക്കെയാണ് വരുന്നത്. കോച്ചിനെ നമ്മൾ വിശ്വാസമുണ്ട്, നമ്മൾ ഇപ്രാവശ്യം കപ്പടിച്ചിരിക്കും, ഉറപ്പാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും വലിയ ആവേശമുണ്ട്. നമ്മളിപ്പം ഇങ്ങോട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 7-7:30 കൂടി തന്നെ കളി ആരംഭിക്കും. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ആദ്യ വിജയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് കാണികളുള്ളത്.
ISL 11ാം സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. പഞ്ചാബ് FC ആണ് എതിരാളികൾ. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.